ആരാത്? മാലു? മാലു ഒന്നുമില്ല ഇവിടെ, ഇത് ഞാനാ. മാലു പോയോ? പോയി കാണും. എന്ത് പറ്റി അച്ഛന്? എന്തിനാ കോടതിയിലല്ല എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ? എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ? ഇനിയും വേഷം കെട്ടി നിന്ന് കോടതി മുറികളിൽ വഷളാവാൻ വയ്യാത്തതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ. എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടണ്ട, അവിവേകം കാട്ടാൻ എളുപ്പമാണ്. ഉപദേശം ചോദിച്ചില്ല. നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി. എന്താ? 4 ആളെ വിളിച്ചുകൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ? നീ പോവാൻ. ഞാൻ പോവാം. പക്ഷെ വീതം വെക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട. മൂത്ത മകന്റെ അധികാരമല്ല, ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ. പച്ചെടുക്കേ അനുസരിക്കാൻ നിന്നെയോ? ആരാ നീ? നിനക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക, കേട്ടോ. കൊല്ലം കുറെ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിപ്പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായരെന്ന ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു. പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. ഏതോ പരദേശി സമ്മാനിച്ചു പോയ 3 മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള്. കൊലക്കയറിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു. അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു.